ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ അടുത്ത വിഷുവേലയാണ്. അപ്പോൾ സാബോട്ടം വരുമ്പോൾ നിറയെ പൂക്കൾ എവിടുന്നോ മുല്ലപ്പൂ എവിടുന്നോ കിട്ടി പറഞ്ഞിട്ട് കുറേ പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം വിരിഞ്ഞ പൂവാണ്. എന്നാലും ഇത്ര അധികം പൂ കണ്ടപ്പോൾ മാല കെട്ടിയിട്ടും കുറേ കാലമായി. അപ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കെട്ടാൻ തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ അത് മുഴുമിപ്പിക്കാൻ വിചാരിച്ച് ഫുള്ളായിട്ട് മാല കുറേ സമയം എടുത്തു അതിങ്ങനെ കെട്ടി വരാൻ തന്നെ. എന്നാലും ഒരുവിധം ഇതിൽ നമ്മളതങ്ങോട്ട് കെട്ടിയെടുത്തു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതൊരു ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടി വേണ്ടി വരും ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്കിങ്ങനെ കെട്ടി കഴിയണമെങ്കിൽ. പിന്നെ രാവിലെ നല്ല തിരക്കായിരുന്നു ഇന്നൊക്കെ. വേല ആയതുകൊണ്ട് തന്നെ കരിവേഷങ്ങളും ഇവരൊക്കെ വരുമ്പോൾ അങ്ങനെ പൈസ കൊടുക്കാനും ഇതിനൊക്കെ നിന്നിട്ട് കുറേ സമയമായി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനെ ഫുള്ളാക്കി എടുത്തു നമ്മളങ്ങോട്ട്. അപ്പോൾ അതങ്ങനെ ഇത്രയായി. ഒരു ഫുള്ളായിട്ട് അങ്ങനെ കെട്ടിക്കഴിഞ്ഞു. സമയം കുറച്ചെടുത്താലും നമ്മളത് കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളതെടുത്തിട്ട് നമ്മുടെ കണ്ണന് ചാർത്താമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയും പൂവുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ എവിടേക്കും പോകുന്നുമില്ല. അപ്പോൾ കണ്ണനൊന്ന് ചാർത്താമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പുറപ്പാടിലാണ്. പൂജാമുറിയിലെത്തി വാതിലൊക്കെ ഇങ്ങനെ തുറന്ന് ലൈറ്റിട്ട് രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് സമയം കുറേ വൈകിയില്ലേ. അപ്പോൾ എന്നിട്ട് നമ്മളതിങ്ങനെ നമ്മുടെ കണ്ണൻ അതിങ്ങനെ ചാർത്തി കൊടുക്കുകയാണ്. പൂവൊക്കെ നല്ല ഭംഗിയിൽ അതിങ്ങനെ ശരിക്കും അങ്ങോട്ട് ചാർത്താനൊന്നും പറ്റിയില്ല. എന്നാലും നമുക്ക് അറിയുന്ന പോലെ നമ്മളങ്ങോട്ട് ചാർത്തി. ഇനി നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഈ പൂവിനെ ഇങ്ങനെ പ്രസാദമായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് നമ്മളെ തലയിൽ വെച്ച് നമ്മൾ കാവിലൊക്കെ പോയി തൊഴുത്ത് വേലയൊക്കെ കണ്ട് വരാമെന്ന് വിചാരിക്കണം.